അതാരാ? ഏത് മൂഡ്? ഹിറ്റ് മൂടാണ്. ഏത് മൂഡ്? ഏത് മൂഡ്? ശംഭു മൂഡ്. ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ല തോന്നിയത്. 5-6 ക്യാരവൻ, വലിയ സെറ്റും അൻപറിവ് മാസ്റ്ററും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനിരുദ്ധും ലോകേഷ് ഡയറക്ട് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ ഭാര്യ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ രൂപക്കൊണ്ട് ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ഫുൾ ആൾക്കാർ കൂടി എല്ലാരും ടെൻഷൻ എന്റെ അമ്മച്ചി അതാ പോയി. ഒരു പടത്തിന് വേണ്ടി ഒരു 10 മാസം കുംഫു പഠിച്ചു. അങ്ങനെ ഒരു കോമഡി സംഭവിച്ചു. എന്നിട്ട് പിന്നെ 8 മാസം ഫിസിയോതെറാപ്പി ആയിട്ട് ചുണ്ടി നടക്കും ചെയ്തു. ഏത് മൂഡ്? സാഹസത്തോട് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ജീവ. ഇല്ലേ? ആണ്. എനിക്ക് 1-2 പടങ്ങൾ ചെയ്യാതിരുന്നാ നന്നായിരുന്നു തോന്നി. ഇപ്പോഴാണ് ടൈം മെഷീൻ തിരിച്ചു വെച്ചിട്ട് ഗുണമുണ്ടാകണ്ടില്ലേ? ഇനി തിരിച്ചു കൊടുക്ക്. എന്താന്ന് വെച്ചാൽ പറയുന്നത് നമുക്ക് സ്കിൽ കോഴ്സുകൾ ചെയ്ത് ഡിഗ്രി പാസ്സാവാം. ക്രെഡിറ്റ്സുകൾ ഈസിയായി നേടാം. മൈ ക്രെഡിറ്റ്സ് മൈ ഫ്യൂച്ചർ. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി. അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് സാഹസം. യെസ്, ദ അഡ്വെഞ്ചർ എന്ന് പറയാം. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 8-ന് തിയേറ്റർ വെരി സൂൺ. അപ്പം അതിൻ്റെ ഫുൾ ടീം സാഹസത്തോട് തന്നെ ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫൈനലി എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ഇവരുടെ ഇന്റർവ്യൂ. ഇന്നലെ രാവിലെ ഫുള്ള് തുടങ്ങി. ഇന്നലെ രാവിലെ 9:30 വരണമെന്ന് പറഞ്ഞു. 10:15 10:45 തുടങ്ങി. ഇൻട്രൊഡക്ഷൻ പോലും പാവം പറഞ്ഞു. അതാ നല്ലതെന്ന്. നമ്മളെ കാപ്പി പിടിക്കാൻ അല്ല, എല്ലാ ഇന്റർവ്യൂവിലും തന്നെ പറയൂല്ലേ സിനിമയെ പറ്റി. അപ്പൊ ഞാൻ എന്തായാലും പറയാം. ഈ സാഹസം എന്ന് പറയുന്ന മൂവി ഒരു അഡ്വഞ്ചർ മൂവിയാണ്, റൊമാൻറ്റിക് മൂവിയാണ്. കിടിലം ഒരുപാട് പാട്ടുകളുണ്ട്, ഗംഭീര പാട്ടുകളുണ്ട്. അത് മാത്രമല്ല ഈ സിനിമയുടെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡും നോക്കുവാണെങ്കിൽ പോലും ഒരു ഗംഭീര, ഈവൻ്റെ എഡിറ്റർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഒരു ഗംഭീര പരിപാടിയാണ്. ദ ഹോൾ ക്രൂ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. സോ ആൻഡ് പ്ലസ് കോമഡി എല്ലാം ഉണ്ട്. അപ്പോൾ അതിന്റെ ഹോൾ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആൻഡ് വെൽക്കം ഗൈസ്. ശംഭു. പകുതി പരിപാടി കഴിഞ്ഞ് കിട്ടി. 25 മിനിറ്റ് സ്ലോട്ടാ, 7 മിനിറ്റ് പോയി. ബാക്കി പെട്ടെന്ന് വിളിച്ചാൽ നടക്കും. ജീവക്കോട്ട പറയൂ, എന്താണ് നല്ല അടുത്തൊരു സാഹസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. അതെ, സിനിമകളുടെ എണ്ണം കൂടി വരുന്നു. ന്യൂകമർ ഇൻ ദ മൂവി. വരട്ടെ. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇത്രയും പേരുടെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി ഇതുവരെ നമ്മൾ പിടിച്ചിട്ടില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാരും ഒരു നമ്മൾ പറയത്തില്ല, ഒരു എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൂവി ഇറങ്ങി ഇത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വൈബ് കിട്ടണം, എല്ലാവരും ഇത് ഏറ്റെടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എല്ലാവരും വർക്ക് ചെയ്തത്. 10, 30, 35, 40 ദിവസം, അതിൽ 10 ദിവസം നൈറ്റ്, അതിന്റെ പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഇതിന്റെ പ്രൊമോഷന്റെ ഷൂട്ട് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒറ്റ മൈൻഡാണ്. ഏത് മൂഡ്? അടിക്കണം. ഇത് തിയേറ്റേഴ്സിൽ ഇത് പ്രേക്ഷകർ ഇത് 2 കൈനീട്ടി സ്വീകരിക്കണം, ഇത് അവർ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ മൂഡിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഒറ്റ മൂഡ്. അപ്പൊ അതിന്റെ ആ മൂഡ് പിടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അത് അങ്ങനെ ഒരു ക്രൂവിന്റെ കൂടെ കയറാൻ പറ്റിയത്, ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത്, സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. യെസ്, ആസ് എ സീനിയർ ആക്ടർ തീർച്ചയായിട്ടും നരേൻ. യെസ്, അപ്പോൾ ഈ ഒരു മൂവിയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാസ്റ്റർ ഓഫ് ഓൾ കാർഡ്സ് ആണോ ഈ മൂവി? യെസ്, തീർച്ചയായിട്ടും. പെട്ടെന്നൊരു ജോണർ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, ആക്ഷൻ, അഡ്വെഞ്ചർ, ത്രില്ലർ, ഇമോഷൻ, ഡ്രാമ, ഇതെല്ലാം ഒതുങ്ങുന്ന ഒരു പടമാണ്. പിന്നെ മൂഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പടം ചെയ്യുമ്പോൾ കഥ കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു ഹിറ്റ് മൂഡാണ്. ശരി, ഒരു മൂഡ് പടം. ഇതിൽ ഈ സോങ്സിന്റെ കാര്യം പറയുമ്പോഴും 7 സോങ് എനിക്ക് തോന്നുന്നില്ലേ, 7 പാട്ടുകളുണ്ട്, ഇത്രയും അധികം സോങ്സ് ഉണ്ട്. അപ്പം ശബരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആക്ടിങ് എന്നുള്ള രീതി ഇത് മാത്രമല്ല
സോങ്സിലും അല്ലെങ്കിൽ ലിറിക്സിലും ഒക്കെ റിലേറ്റഡ് ഈ ആയിട്ടുള്ള പടത്തില് അഭിനയം മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ പടത്തിൽ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണമെന്ന് പറയുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താ അതുകൊണ്ട് എനിക്കെല്ലാം ഫ്രഷാണ്. എല്ലാം ഞാൻ ഇതായിട്ട് ഇപ്പോൾ ഓണമൂട് ഷൂട്ടിന്റെ സമയത്ത് കേട്ടു എന്ന് വെച്ചാൽ ആ ഷൂട്ടിന്റെ സമയത്ത് ബാക്കി എല്ലാ പാട്ടുകളും ഞാനൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഫ്രഷ് അല്ലേ, കഥ പോലും ചോദിച്ചിട്ടില്ല വരുന്നു, കേറുന്നു, അഭിനയിക്കുന്നു. അല്ല, അതിനുള്ള ഞാൻ പെട്ടെന്നാണ് ജോയിൻ ചെയ്തത് ഈ സിനിമയിലേക്ക്. ഇപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലർ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളൊരു പരിപാടി, അല്ലെ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുണ്ട്, പാരലി സിനിമ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ ഒരു 10 minutes ഷോർട്ട് ഫിലിം, അതും ലൈക്ക് ഇൻ എ വെരി ഗ്രേറ്റ് ബാനർ എന്നുള്ളൊരു പരിപാടി, അതിൻ്റെ ഒരു കിക്ക് ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ഇല്ല അല്ലെ? മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പാരലൽ ഇത് ചെയ്യുമ്പോൾ വിത്ത് എ വെരി ഗുഡ് ടീം. അത് ഇറങ്ങിയിട്ടില്ലല്ലോ. അതെ, അത് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു അത് ശരിക്കും ഒരു ഫീച്ചർ ഫിലിം പോലെ തന്നെയായിരുന്നു. ഒരു അത് ആക്ച്വലി പ്രീക്വൽ ടു കൈദിയായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതെ. പിന്നെന്താ വെച്ചാൽ ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ല തോന്നിയത്. 5-6 ക്യാരവനും വലിയ സെറ്റും വലിയ സംഭവം. ഷോർട്ട് ഫിലിമിലോ ഞാൻ 10 മിനിറ്റ് നമ്മുടെ ഒരു ചെറിയ പടത്തിന് പഠിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഞാൻ നോക്കിയപ്പോ ഭയങ്കര ഫുൾ അൻപറിവ് മാസ്റ്ററും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ആയിട്ട് അനിരുദ്ധും ലോകേഷ് ഡയറക്ട് ചെയ്യുന്നു. ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഇതിനെ ഷോർട്ട് ഫിലിം എന്ന് വിളിച്ച് 10-15 മിനിറ്റ് നേരത്തെ സംഭവം. സിനിമ 10 മിനിറ്റത്തെ സിനിമയ്ക്ക് ഇത്രയും പരിപാടികൾ ഷോർട്ട് ഫിലിം എന്ന് വിളിക്കല്ലേ, പാവം കിട്ടും. ഇനിയിപ്പോ പെട്ടെന്ന് ഒരു സെഗ്മെന്റോടെ കഴിഞ്ഞ് നമുക്ക് വേണ്ടി Yes. റെഡി? എന്താണ്? ഓക്കെ, നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം മെഷീൻ കിട്ടുന്നു. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കൂടി ഓർമ്മയാണോ? അല്ല, ഓക്കെ. ആ സിനിമയിലെ വേഷം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു പടം എനിക്കില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായ കുറെ പടങ്ങളുണ്ട്. ചെയ്യാൻ പറ്റാതെ 23 അങ്ങനെ അല്ല, എനിക്ക് മോർ ദാൻ 13-14 ഫിലിംസ് ഉണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്തു, പക്ഷേ വേറെ കാരണങ്ങളാൽ മിസ്സാകേണ്ടി വന്നിട്ട് മിസ്സായ പടങ്ങളുണ്ട്. ശരി. അല്ലാണ്ട് ഞാൻ ഇത് ചെയ്യാതെ പിന്നീട് ആ പടം ഹിറ്റ് ആവുന്നു. ഇത് മിസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ ഹിറ്റ്. പക്ഷേ അത് അതിലേറെ വിഷമമാണ് ആക്ച്വലി. പക്ഷേ ഈ ടൈം മെഷീനിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ വാട്ട് വിൽ ദാറ്റ് വൺ ഫിലിം? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും കുറെ പടങ്ങളുണ്ട്. ഒരു ഒരു പടം അനന്തഭദ്രം മുതൽ തുടങ്ങി. ടൈം മെഷീൻ യൂസ് ചെയ്യണില്ല. അപ്പൊ വേറെ അനന്തഭദ്രം മുതൽ തുടങ്ങിയാണ്. അങ്ങനെ കുറെ പടങ്ങളുണ്ട്. ഏതോ ഒരു മൂവിയിൽ എനിക്ക് തോന്നുന്നു എല്ലാം റെഡി ആയിട്ട് ലാസ്റ്റ് ടൈമിൽ എനിക്ക് അവർ ആക്ടറിനോട് പറയാതെ തന്നെ ആ ക്യാരക്ടർ വേറെ ആൾക്ക് കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതെനിക്കറിയില്ല. പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് പിന്നെ അറിഞ്ഞു. എനിക്കൊന്ന് അങ്ങനെ കുറെ പടങ്ങൾ ഉണ്ടായിട്ടില്ല. അതുണ്ട്. ഞാൻ കുറെ പടങ്ങൾ അങ്ങനെ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഈ പറഞ്ഞത്, ഞാനായിട്ട് നോ പറഞ്ഞിട്ട് മിസ് ചെയ്തിട്ട് അയ്യോ എന്ന് പറഞ്ഞ സാധനം ദൂരം. അത് ആ ക്ലാരിറ്റി എനിക്ക് അന്ന് ആദ്യത്തെ പടം മുതലുണ്ട്. യെസ്. ഓക്കെ, റംസാൻ, ബിഗ് ബോസിൽ പോയ തീരുമാനം വീണ്ടും ഒന്നുകൂടെ ആലോചിക്കും? വേണ്ട, കറക്റ്റായിരുന്നു. ഓക്കെ, അതായത് അതിനൊരു റിഗ്രറ്റ് എന്നുള്ള പരിപാടി ബിഗ് ബോസിൽ ഞാൻ ബിഗ് ബോസിൽ പോയി അതിനകത്ത് ഡിസ്കോ സുഗു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരാഴ്ചത്തെ കോണ്ടന്റ് ആയിരുന്നു. എല്ലാവർക്കും പല പല ക്യാരക്ടർ കൊടുക്കുമായിരുന്നു. സോ അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ കണ്ടിട്ടാണ് എന്നെ അൻവർ ഷീദക്ക ഭീഷ്മപർവത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ റംസൂം യൂസ് ചെയ്തിട്ടില്ല ടൈം മെഷീൻ? ഞാൻ ടൈം മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുകൊണ്ടൊരു ഉപയോഗമില്ല. ബിഗ് ബോസിൽ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഇതുകൊണ്ടാണ് ഇത് കിട്ടിയത് അല്ലേ? അപ്പൊ നോ റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. ബിഗ് ബോസ് വിടാതിരുന്നാലേ ഏതാ? പക്ഷെ എനിക്ക് ഇതിനായിട്ട് പടങ്ങൾ ചെയ്യാതിരുന്നാ നന്നായിരുന്നു തോന്നി. ഇപ്പോഴാണ് ടൈം മെഷീൻ ഗുണമുണ്ടായിട്ടില്ലേ? നീ തിരിച്ചു കൊടുക്ക്, എന്താന്ന് വെച്ചാൽ പറയട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. പക്ഷെ അത് പേര് പറയണോ? പേര് പറഞ്ഞേ ഇരിക്കട്ടെ. ഞങ്ങൾ വിവാദത്തൊന്നും കേട്ടിട്ടില്ല. ബാങ് ഓൺ ദി ബുൾസൈ. അതെ, പിന്നെ വേണ്ട നീ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു. വേണ്ട. ടൈം കേട്ടപ്പോ അയാളായിട്ട് വലിയ പ്രശ്നമൊക്കെ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് വീണ്ടും പിന്നെന്താ വീണ്ടും ഇണങ്ങി വന്നതാണ്. ഇപ്പൊ എനിക്ക് വീണ്ടും അത് പറഞ്ഞു. വീണ്ടും ഓക്കെ ആയ രീതിയിൽ കുടുംബകലഹം വേണ്ട. ജീവ പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ചിരുന്നു, മൈൻഡ് ഒന്ന് മാറി. ഓക്കെ, എന്നാ ശബരീഷിനോട് തന്നെ പ്രേമത്തിൽ നിന്നും ഒഴിവാക്കിയ സീൻ അൽഫോൺസിനോട് പറഞ്ഞ് വീണ്ടും അതിൽ ആഡ് ചെയ്യും. അങ്ങനെ സീൻ വല്ലതും ഉണ്ടോ? എന്റെ ഒന്നുമില്ല.
അല്ല ഉണ്ട് പക്ഷെ ആ. അതങ്ങനെ അതൊന്നും ഇല്ലെങ്കിലും പടം അല്ല അങ്ങനെ ചാൻസ് കിട്ടിയെന്ന് വെച്ചു. ഇത് അല്ലെ അത് പറഞ്ഞാൽ അതിനകത്ത് ആഡിയോ അങ്ങനെ ഏതെങ്കിലും സീൻ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്താന്ന് വെച്ചാൽ മൂന്നാമത്തെ കാലഘട്ടത്തില് ആ. എല്ലാവരുടെയും ഇതുണ്ടായിരുന്നു. എന്താ ഇപ്പൊ കഴിഞ്ഞല്ലോ, ഒരു കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് കയറുമ്പോ ഇപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ഇൻട്രോ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരും ഓരോ ഞാൻ ചെയ്തിരുന്ന ജോലി തന്നെയാണ് ഞാൻ ആ സിനിമയിലും ശമ്പുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സീൻ അതായത് ഞാൻ റെക്കോർഡിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ സംഭവിച്ച നേരത്തിന്റെ തന്നെ ഡബിങ്ങിന്റെ സമയത്ത് സംഭവിച്ച ഒരു ഫണ്ണ്. ശരി. അതായിരുന്നു ആ ശംഭു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോ ആ സീനാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമുള്ളതായിരുന്നു. അത് ഭയങ്കര ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നേരത്തിലെ ഒരു ക്യാരക്ടർ തമിഴ് പുള്ളി ഡബ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക, പുള്ളി അഭിനയിച്ചിട്ട്. അപ്പൊ അകത്ത് കയറി അപ്പൊ നമ്മള് കാണിക്കുക എങ്ങനെ നമ്മള് സീൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഡയലോഗ് നമുക്ക് ഈ ഡയലോഗ് എടുക്കാം എന്ന് പറഞ്ഞു റെക്കോർഡ് ചെയ്ത് പുള്ളി ഡയലോഗ് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്ലേ ബാക്ക് കേൾക്കുമല്ലോ, നമ്മളിത് ഡബ് ചെയ്ത് നമ്മൾ പ്ലേ ബാക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അണ്ണാ ഇപ്പം ഞങ്ങള് കേൾക്കുകയാണ്, ഇത് ഇപ്പൊ പറയണ്ടാവും. പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഇയാൾ പിന്നെയും പറയും. ഞാൻ പറഞ്ഞു അണ്ണാ ഇപ്പൊ പറയണ്ട, ഞങ്ങളിത് കേട്ടു പോകണം. ആ കേട്ടു പോകും. ഓക്കെ. പിന്നെ ഇയാൾ പറയുകയാണ്. അപ്പൊ ഞാൻ പറയാ ഇതെന്താണ് പൽപ്പൂസ്, ഇയാളെന്തെങ്കിലും പറഞ്ഞോ മനസ്സിലാവില്ല. പൽപ്പൂസ് പറയാണ് ഇപ്പൊ ഞങ്ങളിത് കേൾക്കണ്. കേട്ടിട്ട് ഞങ്ങൾ കേട്ടോ പുള്ളി പറയുന്നുണ്ട്. ഇടുമ്പോ പുള്ളി പിന്നെ പുള്ളിക്ക് ഇത് കാണുമ്പോ പറയാൻ അവസാനം ഞങ്ങൾ മറ്റേ അന്നാ അവസാനം അപ്പോഴാണ് ഞാൻ എന്തിനനുസരിച്ച് മൈക്കൊക്കെ മ്യൂട്ട് ചെയ്തു പ്ലേ ബാക്ക് ചെയ്തു. അപ്പൊ നോക്കുമ്പോ പുള്ളി അപ്പോഴും ഇത് ഞാനിപ്പോ ഇത്രയും പ്രാവശ്യമല്ലേ ഉള്ളൂ. പുള്ളി മോഡുലേഷനിൽ നമ്മളത് പറഞ്ഞു അകത്തൊക്കെ കയറി എന്നാ അന്നോട് പറഞ്ഞത്. പക്ഷെ എന്താ പുള്ളിയുടെ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവില്ല. പുള്ളി ഓക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ കുഴപ്പമൊന്നും ഞാൻ പറയാം പുള്ളി പറയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയില്ല പക്ഷെ ഇടുമ്പോ പുള്ളി പറയുന്നു. ഇതായിരുന്നു ആ ക്യാരക്ടറിന്റെ ഇൻട്രോ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രോ ഉണ്ടായിരുന്നു. പക്ഷെ ആ പടത്തിന്റെ പിന്നെ പിന്നെ സിജുവിന്റെ ഒരു സീൻ ഉണ്ട്. അതും ശരിക്കും ഇതെല്ലാം ശരിക്കും നടന്ന സംഭവങ്ങളാണ് പ്രയോജനമുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ പടത്തിന് പിന്നെ ഇപ്പൊ തന്നെ 2 മണിക്കൂർ 47 മിനിറ്റ് ഉണ്ട് പടം. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ഈ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ്ഡ് ആണല്ലോ ഓൾറെഡി. ഈ ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ടൈം ഇനി പോകുന്നുള്ളതിന്റെ ട്രിമ്മിങ് വന്നു തന്നെയാണ്. പിന്നെ ഒരു സംഭവം സിജുവിന്റെ ഒരു അത് ഗംഭീര ഹിറ്റാണ്. അത് ശരിക്കും സംഭവിച്ചതാണ്. പക്ഷെ അതിന് പല എലമെന്റ്സ് പറയാൻ പറ്റില്ല. അത് ചെറുതായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ദിവസം വന്നിട്ട് പറയാണ്, എടാ സണ്ണി വെയിൻ ബിഗ് ബോസിൽ വന്നു. അപ്പൊ ഞങ്ങള് സണ്ണി വെയിൻ ബിഗ് ബോസിൽ വന്നു. അവ പറഞ്ഞു പിന്നെ അങ്ങനെ ഇങ്ങനെ പോയി പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എത്ര വീഡിയോസ് കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് സംശയം തോന്നി, ഏത് ബിഗ് ബോസ്? ഹിന്ദി ബിഗ് ബോസ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതുവരെ ഹിന്ദി അത് ഹിന്ദി ബിഗ് ബോസ് സണ്ണി വെയിൻ ഇവൻ ശരിക്കും സണ്ണി ലിയോണി അതുകൊണ്ടായിരുന്നു ആക്ച്വലി അത് ട്രിപ്പായി പോയി. ഇത് കാരണം ഇതിന്റെ പണ്ട് ശരിക്കും കുറച്ചും കൂടി പച്ചയായിട്ട് പറയാം. അപ്പൊ അത് ആലോചിച്ചാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങള് ഇത് ഓരോന്നോരും ഞെട്ടല് വീഡിയോ. അതെ ശരി, ഓക്കെ. പെട്ടെന്ന് വയ്ക്കാം. ജീവയുടെ കല്യാണ ദിവസത്ത് അന്നത്തെ ദിവസം ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയ ഫംഗ്ഷൻ കല്യാണം താലി കിട്ടി കഴിഞ്ഞ് ബോധം കെട്ട് വീണായിരുന്നല്ലോ. അപ്പൊ അതൊന്നും ഒഴിവാക്കി ബോധം കെട്ട് വീണോ? ഞാൻ സാത്താൻ ഇറങ്ങി പോയതാണ്. തൊട്ടിപ്പുറത്ത് അപർണ നിൽക്കുന്നു. അപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛൻ എന്റെ താലി എടുത്ത് തരുന്നു, ഞാൻ അവരുടെ താലി കെട്ടുന്നു, മന്ത്രകോടി തരുന്നു. മന്ത്രകോടി ഇങ്ങനെ തരുമ്പോ രൂപക്കോടിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവരെ ഓക്കെ. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞല്ലോ, ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ ഭാര്യ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ രൂപക്കോടിനകത്ത് ഇങ്ങനെ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു. ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോയി ബ്ലാങ്ക് ഔട്ട് ആയി പോയത്. എന്നിട്ട് ഫുൾ ആൾക്കാർ കൂടി എല്ലാരും ടെൻഷൻ എന്റെ അമ്മച്ചി അതാ പോയി.
അതായത് അമ്മച്ചി നല്ല പ്രാർത്ഥന പിന്നെ വിശ്വാസിയാണ്. താലി കെട്ടിയപ്പോ പള്ളിയിലല്ലേ നിൽക്കുന്നേ, കുഞ്ഞു താലി കെട്ടി ആ സാത്താൻ ഇറങ്ങി പോയി. സ്തോത്രം. ഒന്നുമല്ലേ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് പോയ തലേദിവസം രാത്രി പിന്നെ ഈ കല്യാണത്തിലെന്നുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി പറവൂരിന്ന് മാവലിക്കര വരെ പറഞ്ഞു. അപ്പൊ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിന്നൊക്കെ ഞങ്ങളുടെ കുർബാനയ്ക്ക് കുറച്ച് സമയമുണ്ട്, കുറച്ചധികം സമയമുണ്ട്. അപ്പൊ ഇത്രയും സമയം അവർക്ക് ഇത്ര കുറച്ച് സമയമുള്ളൂ. നിന്ന് ശീലമില്ലല്ലോ, ഇങ്ങനെ അങ്ങ് പോയി. ഞാൻ ഇങ്ങനെ പോകുന്നു. താലി ഇട്ട് അവിടെ എത്തുമ്പോ കുറച്ചും കൂടി കിടന്ന് ഉറങ്ങിക്കോളാം. എന്നാലും എന്തൊക്കെ അല്ലെങ്കിൽ കലോത്സവ പരിപാടി കുറച്ച് നേരത്തെ ആക്കി ഫുഡൊക്കെ കൊടുക്കാൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാണ്. ഒരു ബോധക്കേട് ഒഴിവാക്കി. ബോധക്കേട് കഴിഞ്ഞിട്ടുള്ള എല്ലാരും ടെൻഷൻ നിൽക്കുക. പെട്ടെന്ന് അതും ഇതൊക്കെ കഴിഞ്ഞപ്പോ സാത്താൻ പോയി അർത്ഥാന സഹോദരം. അല്ല അത് കഴിഞ്ഞ് മാറ്റം ഉണ്ടായിരുന്നോടാ എന്തെങ്കിലും സ്വഭാവത്തില്? അത് കഴിഞ്ഞപ്പോ പുള്ളി ഒരു വിറക്കില്ല. അവിടെ ഇറങ്ങി നിനക്ക് ഇച്ചിരി മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടായിരുന്നു. എല്ലാരും പറയുന്നത് അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സിനിമ ഏതാണ് മൊമെന്റ് ഇൻ റിയൽ ആയിട്ട്? ഞാൻ ശരിക്കും ചോദിക്കണം, ഇൻ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഒന്നുകൂടെ എക്സ്പീരിയൻസ്. അതായത് അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു സീൻ, ഒരു മൊമെന്റ് അത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഏത് സിനിമ, ഏത് സീൻ? ടൈം മെഷീനിൽ അങ്ങനെ ഒരു സൗകര്യം അങ്ങനെ ഒരു സൗകര്യം അതുകൊണ്ട് പോയേനെ. നല്ലൊരു ടൈം മെഷീൻ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തല്ലോ സിനിമയില്. ഇൻ റിയൽ ഒരു ഉദാഹരണം പറഞ്ഞ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എക്സ്പീരിയൻസ്, അതായത് ഒരു ഉദാഹരണം പറഞ്ഞ ഇഷ്ടപ്പെട്ട ഒരു കാര്യം സിനിമയിൽ ചെയ്യാൻ പറ്റി, പക്ഷെ അത് ഇൻ റിയൽ ചെയ്യാൻ പറ്റുന്നു. അത് ആ സിനിമ കഴിഞ്ഞ ഉടനെ അത് ചെയ്യാൻ പറ്റും ടൈം മെഷീൻ കയ്യിൽ. പക്ഷെ പറയാൻ പറ്റില്ല. ഈ ടൈം മെഷീൻ മാത്രമേ ഉള്ളൂ, ആ സെറ്റപ്പ് ഒക്കെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് സെറ്റപ്പ് ഒക്കെ ടൈം മെഷീൻ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു മാസ്റ്ററില് വിജയ് സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടൊക്കെയാണ് അതില്. അപ്പൊ ടൈം മെഷീൻ ഉണ്ടെങ്കിൽ അത് സിനിമയിലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രൊഫസർ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മാസ്റ്ററില് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു തിരിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല, രണ്ടാവശ്യം കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ രസമായിരിക്കും അല്ലേ? അപ്പൊ ഫൈനലി സാഹസം. ഓക്കെ, 2 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞാൽ തീർന്നു. ടൈം മെഷീൻ ഓഫ് ചെയ്യല്ലേ? ഓഫ് ചെയ്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഏറ്റവും വലിയൊരു അഡ്വഞ്ചർ. ഒരു പടത്തിന് വേണ്ടി ഒരു 10 മാസം കുംഫു പഠിച്ചു. അങ്ങനെ ഒരു കോമഡി സംഭവിച്ചു. മുഖംമൂടി എന്ന് പറഞ്ഞ പടത്തിന്. എന്നിട്ട് പിന്നെ 8 മാസം ഫിസിയോതെറാപ്പി ആയിട്ട് ചുണ്ടി നടക്കും ചെയ്തു ഫൈറ്റ് കഴിഞ്ഞിട്ട്. പടം കണ്ടറിയാം, ഭയങ്കര മിഷ്കിന്റെ പടമാണ്. ഞാൻ വില്ലനായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് ഭയങ്കര ഒരു സാഹസമായിരുന്നു. അത് ആ ടൈമിൽ പരിക്ക് പറ്റി ഷൂട്ട് കഴിഞ്ഞിട്ട്. ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് വെച്ചോളൂ. എത്ര നാള് റെസ്റ്റ് എടുത്തു? ബെഡ് റെസ്റ്റ്? ഇല്ല, ഞാൻ സർജറി ചെയ്തില്ല, അതിന് പകരം ഫിസിയോതെറാപ്പി. പക്ഷേ 8 മന്ത്സോളം ഞാനൊന്ന് ബെഡ് റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുംഫു പഠിക്കാൻ ആക്ച്വലി ഐ ലോസ്റ്റ് 2 years on that. ഒറ്റപ്പടങ്കാരൻ ഒരു കുംഫു കാരണം 10 മാസം ഇതും പഠിച്ച് 8 മാസം ഷൂട്ടിങ്ങും പിന്നെ 8 മാസം കുറച്ചധികം പ്രശ്നം. അതൊരു നല്ലൊരു അത് പടം തുടങ്ങുമ്പോ തന്നെ അറിയായിരുന്നു ഇത് വർക്കൗട്ട് ആവാൻ പോവാത്ത പടമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ബിക്കോസ് വി ഹാഡ് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ സാഹസമല്ല സംഭവം. ഭീഷ്മപർവ്വതത്തിന്റെ രതിപുഷ്പം ഷൂട്ടിന്റെ സമയത്ത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അമലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകണം. ഞാൻ അമലേട്ടന്റെ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ടു എന്താണ് പുള്ളി എന്നറിയാനായിട്ട്. അപ്പോൾ ഭയങ്കര കാമൻ ക്വൈറ്റ്, ടെക്നീഷ്യൻസിന്റെ അടുത്ത് ഫയർ ചെയ്യെങ്കിലും ആർട്ടിസ്റ്റുകളെ ഭയങ്കര കംഫർട്ടാക്കി വെക്കുന്ന ഒരു മനുഷ്യനാണ്. സോ നമ്മൾ 2 ദിവസമായിരുന്നു ഷൂട്ട്.
അപ്പോൾ ഫസ്റ്റ് ഡേ കുറച്ച് ഡിലേ, കാരണം അതിന് മുന്നേ ഷൈൻ ടോം ചാക്കോന്റെ ഒരു സീക്വൻസ് ടെക്നിക്കലി എന്തോ കുറച്ച് ഡിലേ ആയത് കാരണം ഉച്ച കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 2 ദിവസത്തെ പെർഫോമൻസ് ഉണ്ട്, ഷൂട്ട് ചെയ്യണം, സ്റ്റേജിലാണെങ്കിൽ പോലും മൊത്തം ഷൂട്ട് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ ദിവസം ഡിലേ ആയി. രണ്ടാമത്തെ ദിവസം അപ്പൊ നമുക്ക് ഓവറായിട്ട് എടുക്കേണ്ടി വന്നു. കാരണം ഈ ഗ്രൂപ്പ് പെർഫോമൻസിൽ അത് ശ്രദ്ധിച്ചറിയാം, ഇടയ്ക്ക് ഗ്രൂപ്പ് കളിക്കും, ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കളിക്കും. സോ അതെടുക്കാൻ ഇത്തിരി റിസ്ക്. അതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യണം, കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പൊ പൊസിഷൻ മാർക്ക് ചെയ്ത് കളിക്കണം. കാരണം എന്റെ സോളോ പോഷൻ ആണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് നിൽക്കണം, ഇല്ലാതെ അവിടെ തന്നെ നിന്ന് ഞാൻ സോളോ കളിക്കണം. അങ്ങനെയായിരുന്നു. സോ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ ടൈം കുറച്ച് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ വന്നപ്പോ അമലേട്ടൻ ചോദിച്ചു സോളോ എടുക്കല്ലോ എന്ന് ചോദിച്ചു. സോളോ എടുക്കാം, കട്ട് ചെയ്തല്ലോ എടുക്കുന്നത്, കുഴപ്പമില്ലല്ലോ. പിന്നെ അവിടെ എനിക്ക് മനസ്സിലായി കുറച്ച് ഡിലേ ആവുന്നുണ്ട് പരിപാടി. ഞാൻ പറഞ്ഞ് ഒറ്റ ടേക്ക് പോവാന്ന് പറഞ്ഞു സോളോ. ശരി, അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് സാഹസമാണെന്ന് വിചാരിച്ചു. കാരണം എങ്ങാനും എവിടെയെങ്കിലും പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കളിക്കണം, അല്ലെങ്കിൽ അത് അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും ഞാൻ കാരണം. ഇതിന് പണിയാവും. പക്ഷെ അത് ഒറ്റ ടേക്കിൽ ഫുൾ ഓക്കെ ആയി. അമലേട്ടൻ എണീറ്റ് നിന്ന് കൈയടിച്ചു. ഞാനിങ്ങനെ കൊള്ളാം. സാഹസമല്ല, പക്ഷെ ഡാൻസിലായ കാരണം കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാന് അത് സാഹസമാണെന്ന് അല്ല, സാഹസമാണെന്ന് ഒരു അതിന്റെ സാഹസികത എന്താന്ന് പറഞ്ഞാൽ കോവിഡിന്റെ ടൈം വീട്ടിലിരിക്കാണല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരിക്കും, കുറെ പാട്ടുകൾ ഉണ്ടാക്കി. അപ്പൊ അതിലൊരു പാട്ട് അപ്പോ ഇത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ പാട്ട് പാടി ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും. വീട്ടിലാണല്ലോ, എല്ലാവരും വീട്ടിലായിട്ടാണ്. പാട്ട് ആയി. പലരും പ്രോഗ്രാം ചെയ്തു. പ്രകാശ് അലക്സ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ പുള്ളി പ്രോഗ്രാം ചെയ്തു തന്നു. പാട്ട് കിട്ടി. ഇത് വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി വീട്ടിലിരുന്നിട്ട് ആലോചിക്കണം. ഓക്കെ, അപ്പം ഇത് ആ പാൻഡമിക്കായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടായിരുന്നു. അപ്പോൾ ശരി, വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും വീട്ടിലിരിക്കല്ലേ, അവര് ഓരോരുത്തരും ഒന്ന് പാടുന്ന പോലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് തന്നാൽ മതി. നമ്മൾ ഒരു വെർട്ടിക്കലല്ല ഹൊറിസോണ്ടലായിട്ട് ഇത് ഷൂട്ട് ചെയ്ത് തന്നാൽ മതി. ഞാൻ ഫുൾ പാട്ട് പാടി ഷൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണം. അതില് പാട്ടിറങ്ങി. അല്ല, വിനീത് ശ്രീനിവാസൻ, അൽഫോൺസ് പുത്രൻ, ലിവിൻ പോളി, ആസിഫ് അലി, ഷറഫ്, കിച്ചു, സിജു, ചെമ്പമിരോത്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, അങ്ങനെ ഒരു 10-25 പേരുണ്ട്. എല്ലാവർക്കും ഓരോരോ പോർഷൻസ് ഏതാണ്. വിനയ് ഫോർട്ട് ചില സെലക്ട് ചെയ്യാനുള്ള, ഇതിലേത് ഭാഗമാണ് നിങ്ങൾക്ക് പാടേണ്ടത് സെലക്ട് ചെയ്യാനുള്ള എല്ലാവരും അഭിനയിച്ച് തന്നാൽ മതി. പിന്നെ സിംഗേഴ്സിന്റെ ഒരു സെറ്റപ്പ്, രശ്മി സതീഷ്, സയനോര തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു കുറെ അതെ പരിപാടി എല്ലാം പ്ലാൻ ചെയ്തു. എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്തു. എല്ലാവരും വീഡിയോ എടുത്ത് അയച്ചു തരണം. എല്ലാവരും അയച്ചു. അപ്പോൾ കൊള്ളാം, നല്ല രസമുള്ള പരിപാടി. എല്ലാവരും വീഡിയോ എടുത്ത് തരാതൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് സാഹസികം എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്ത ദിവസം എന്തായി വീഡിയോ ഞാൻ ഓരോരുത്തരെയും. അപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഒരു പരിപാടിയുടെ അത് നമ്മൾ മറ്റേ പാട്ട് ചെയ്തു, എല്ലാവരും പ്രോഗ്രാം ചെയ്തു, പാട്ട് റെക്കോർഡ് ചെയ്തു, ഐഡിയ ഉണ്ടാക്കി, എല്ലാം ഇത് ചെയ്തു, ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെ ഓരോ ദിവസം ഇരുന്നിട്ട് എല്ലാരും വിളിക്കും എന്തായി. പക്ഷെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ വിനീതിന് അയച്ചു കൊടുത്തിട്ട് വിനീത് പാട്ടൊക്കെ ഇഷ്ടമായി. അപ്പം ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് അയച്ചു തരാം കേട്ടോ. അങ്ങനെ വിനീത് ഫുൾ പാട്ട് പാടി അയച്ചു തന്നു. അവർ പൊളിച്ച്. ഞാനിത് റെഫറൻസ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് വെച്ചാൽ വിനീത് ഓക്കെ എന്ന് പറഞ്ഞു. വിനീത് അയച്ചു തരാണ്. പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് തീർന്ന് നമുക്ക് മറ്റന്നാൾ പാട്ട് റിലീസ് ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരുന്നത്. ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇതിങ്ങനെ അത് നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലല്ലോ ആ പ്രോസസ്. അതെ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ് എന്നുള്ളത്. കാരണം ഒന്നാമത് ആ വർക്ക് ഫ്ലോ നഷ്ടപ്പെട്ട് വീട്ടിലെത്തി എന്ത് ചെയ്യും എന്ന് തുടങ്ങും അടുത്ത പരിപാടി എന്നുള്ള അറിയാണ്ടിരിക്കുന്ന ഒരു ടൈം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർ കയറാനുള്ളു. പക്ഷെ പോയി അത് എടുത്ത് ഈ എന്താ പ്ലാൻ ചെയ്ത എല്ലാവരെ കൊണ്ടും എടുപ്പിച്ച് അത് റിലീസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു കർണൻ എന്ന് പറഞ്ഞൊരു സിനിമയില്, ധനുഷിന്റെ പടത്തില് ഒരു 55 ദിവസം ഞാൻ ആ സമയത്ത് കോളേജിന്റെ ഇടയ്ക്ക്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള സമയമായിരുന്നു അത്. അപ്പൊ നമ്മള് മാരി സെൽവരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്, ഒരു മീറ്റി റോളാണെന്നൊക്കെയുള്ള. അപ്പൊ പുള്ളി പറയുന്നുണ്ട് 96-ലെ ജാനു ഒരു പെയിന്റിങ്ങിനെ പോലെ നിന്നെ കാണിച്ചു, അതൊക്കെ ബ്രേക്ക് ചെയ്യും, ഈ ഒരു ഭയങ്കര റോ ആണ്, നീ ഇറങ്ങി നടിക്കണോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അതിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡേയ്സ് കുറച്ച് കുറവായിരുന്നു ഷൂട്ടിങ്ങിന്റെ. അപ്പൊ എനിക്ക് സ്റ്റണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ സ്കഫിള് പോലത്തെ കുറെ സീക്വൻസസ്, അതൊരു റയറ്റ് നടക്കുന്നതും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഭയങ്കര ഒരു പോലീസുകാർ അടിക്കുന്നതും ലാത്തി വെച്ച്, അപ്പൊ അത് ഇങ്ങനെ ഇറങ്ങി നടിക്കണം എന്ന് ഞാൻ
പ്രതീക്ഷയില്ല. ഞാനും ഐ വാസ് 19 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ ഒരു പിഞ്ച് പ്രായത്തിൽ അതിന്റെ നടുക്കോട്ട് ഇട്ട പോലെ തോന്നി. ബിക്കോസ് എനിക്ക് കംപ്ലീറ്റ് ഫുൾ ബോഡി ബ്രൂസസ് ആയിരുന്നു. അതിൽ ബസ് സ്റ്റോപ്പിലെ ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ എൻ്റെ അച്ഛനും ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് എന്നെ റോഡിൽ ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുന്നൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിപ്പോഴും എൻ്റെ ഫോട്ടോസ് ഉണ്ട്, മൊത്തം ബ്ലഡും അത്ര ഗോറി ആയിട്ട് നമ്മള് ഇത്രയും നമ്മള് സിനിമയല്ലേ, കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ, ബിക്കോസ് അറ്റ് ദി എൻഡ് പടത്തില് പലതും കട്ടായി പോയി. പലതും സിനിമയല്ലേ കുറച്ച്, ബിക്കോസ് പടത്തില് പലതും ഇല്ലായിരുന്നു. അത് നമ്മൾ എടുത്ത് പുള്ളിയുടെ അപ്രോച്ച് അങ്ങനെ ആണെങ്കിൽ പോലും നമ്മളത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും അത് വരാത്തപ്പോ ഒരു എന്നുള്ളൊരു ഇതുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ സിനിമയില് സാഹസം കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതില് പിന്നെ ഞാൻ ചെയ്തത് സാഹസത്തിലാണ്. ഞാൻ ആദ്യമായിട്ട് കമ്മല കുത്തുന്നത് സാഹസത്തിലാണ്. എന്റെ സാഹസം അതൊക്കെയാ. പിന്നെ മുടി കളർ ചെയ്യുന്നത്, അതെന്നെ സംബന്ധിച്ചതൊക്കെ സാഹസം. എന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരും. എനിക്ക് ഇതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നെ ഫൈറ്റ് ഡ്യൂപ്പിൽ റംസാൻ ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് ഇല്ലാത്ത ഞാൻ എന്തിനാ ഇവരോട് ചാടി ഇറങ്ങിയെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. മാസ്റ്റർ ചാടിച്ചോട്ടാ, അപ്പൊ ഇവൻ ചാടാമല്ലോ, ചാടിച്ചോട്ടെ മാസ്റ്റർ നോക്കിയാ ചാടിച്ചോട്ടാമല്ലോ. അങ്ങനെ ഇവൻ ചാടിച്ചോട്ടി, ഇവൻ ചാടിച്ചോട്ടിയപ്പോ എന്റെ നെഞ്ചത്ത് വെട്ടി. ഞാൻ ചാടിയപ്പോ ഒരു അരവരെ എത്തിയുള്ളൂ. പിന്നെ 4 അടി എന്റെ മൂക്കിലടിക്കുമായിരുന്നു. 5ാമത്തെ അടി പറഞ്ഞല്ല, ഞാൻ കേൾക്കുന്ന പറഞ്ഞപ്പോ ഈ വിളറാൻ കിട്ടി. അങ്ങനെ സംസാരിക്കോ പ്ലീസ്? അങ്ങനെ മൂക്കിന് കഴിയുമ്പോ കുറെ നാൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു. എന്റെ ഫാസ്റ്റ് ടൈം ഇങ്ങനെ ജീവ ഒന്ന് കുറച്ചേരം സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ എനിക്ക് ഞാൻ കുറെയെങ്കിലും ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള സാഹസം. ഇതിലും വലിയ വലിയ സാഹസങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ. ഞാൻ റെഡിയാണ്. സാഹസത്തോട് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ജീവ, ഇല്ലേ? ആണ്. Thank you so much. Thank you, Shambhu. Thank you so much. Yes.